Hi students, welcome back to QA Focus. കെമിസ്ട്രിയിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത്. നിങ്ങളൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ അത്യാവശ്യം പാസ് മാർക്ക് സെക്യൂർ ചെയ്യാനുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ആണ്. പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നോക്കിയോ കേട്ടോ, ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യണ്ടേ. നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ദ ഗ്രാഫ് ബിറ്റ്വീൻ ലോഗ് കോൺസെൻട്രേഷൻ R0 by R ആൻഡ് T. ഇനി പ്ലോട്ട് ചെയ്യുന്നത് നോക്കാം, പെട്ടെന്ന് നോക്കാം, ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യണ്ടേ. ലോഗ് ബൈ ആറും ടിയും നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും കേട്ടോ. ഇത്ര മാത്രം നിങ്ങൾ ചെയ്തേച്ചാൽ മതി. ഇത്ര മാത്രം ചെയ്താൽ നമുക്ക് ഇവിടുന്ന് 1 മാർക്ക് കിട്ടും. ഇനി ഇതിനകത്ത് ഒരു എക്സ്ട്രാ പോയിന്റും കൂടി പറഞ്ഞു തരാം. ഇതിൻ്റെ സ്ലോപ്പാണ് ചോദിക്കുന്നതെങ്കിൽ, ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് ചോദിക്കുന്നതെങ്കിൽ സ്ലോപ്പ് ഈക്വൽ ടു K by 2.303 ആയിരിക്കും. K എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, പെട്ടെന്ന് ഇപ്പം തന്നെ അങ്ങ് പഠിച്ചോണേ. ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ നമുക്ക് പാസ് മാർക്ക് സെക്യൂർ ചെയ്യാനുള്ള പരിപാടിയാണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് കുറേ അങ്ങ് പഠിക്കുക. അപ്പോൾ അത് തന്നെ ചിലപ്പം 2 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ ആയിട്ട് ചോദിക്കുക അല്ലേ. ഒരു 3 ക്വസ്റ്റ്യൻ ഒന്നിച്ച് വന്നാൽ നമുക്കൊരു 3 മാർക്ക് കിട്ടും. 2 ക്വസ്റ്റ്യൻ ഒന്നിച്ച് വന്നാൽ 2 മാർക്ക് കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ പ്ലസ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതിനകത്ത് ആ 1 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തതോ, റൈറ്റ് അറീനിയസ് ഇക്വേഷൻ. അറീനിയസ് ഇക്വേഷൻ എന്തായിരുന്നു? K ഈക്വൽ ടു, K എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് തന്നെയാണ്, A e raised to minus EA by RT. ഇതിനകത്ത് K എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് തന്നെയാണ്, A എന്ന് പറയുന്നത് അറീനിയസ് ഫാക്ടർ, EA എന്ന് പറയുന്നത് ആക്ടിവേഷൻ എനർജി, R നമുക്കറിയാം യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T ടെമ്പറേച്ചർ, അബ്സല്യൂട്ട് ടെമ്പറേച്ചർ അല്ലേ, ടെമ്പറേച്ചർ ഇൻ കെൽവിൻ, അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, അപ്പം K ഈക്വൽ ടു A e raised to minus EA by RT. K എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് ആണ്, ദെൻ A അറീനിയസ് ഫാക്ടർ ആണ്, E എന്ന് പറയുന്നത് ആക്ടിവേഷൻ എനർജിയാണ്, R എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, T എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. ഇത്രയും പിടികിട്ടിയോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഗിവ് ദി എക്സ്പ്രഷൻ ഫോർ ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് എഴുതാനാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് എന്തായിരുന്നു? T ഹാഫ് ഈസ് ഈക്വൽ ടു 693 by K. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് 1 മാർക്ക് കിട്ടും. T ഹാഫ് ഈക്വൽ ടു 0.693 by K. പഠിച്ചിട്ടോണേ. അടുത്തതോ, റൈറ്റ് ദി ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി ഓഫ് ദി റിയാക്ഷൻ. നമുക്കൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ഓർഡറും മോളിക്കുലാരിറ്റിയും എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. H2 plus Cl2 ഇൻ പ്രസൻസ് ഓഫ് Hν ഗീവ്സ്, അല്ലെങ്കിൽ റേഡിയേഷൻ ഗീവ്സ് 2HCl. റേറ്റ് എഴുതി നോക്കാം. റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് K ഇൻറ്റു Cl2 ആണ്. ഓർഡർ എന്ന് പറയുന്നത് ഈ കോൺസെൻട്രേഷൻ്റെ പവറിൻ്റെ സമ്മാണ്. 0 + 0 ദാറ്റ് ഈക്വൽ ടു 0. ഇനി മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഇതിനകത്ത് റിയാക്റ്റൻസ് എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടെന്നുള്ളതാണ്. ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണ്. അങ്ങനെയാണെങ്കിൽ മോളിക്കുലാരിറ്റി എന്ത് കിട്ടും? 1 + 1 = 2 എന്ന് കിട്ടും. ഓക്കെ, H2 plus Cl2 അല്ലേ, ഇവിടെയും 1 ആണ്, ഇതും 1 ആണ്. അങ്ങനെയാണെങ്കിൽ മോളിക്കുലാരിറ്റി
2 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, conversion of molecule A to B follows second order kinetics. If concentration of A is increased 3 times, how will it affect the rate of the formation of B? അതായത് എ ബി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷൻ ആണ്. അതൊരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്, നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് എയുടെ കോൺസെൻട്രേഷൻ 3 ടൈംസ് ഇൻക്രീസ് ചെയ്താൽ ബിയുടെ പ്രൊഡക്ഷൻ റേറ്റ് എന്തായിട്ട് മാറും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ബി ഫോം ചെയ്യുന്നതിൻ്റെ റേറ്റ് എത്രയായിട്ട് ചേഞ്ച് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എ ബി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷനാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. റേറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ റിയാക്ഷനാണ് അല്ലേ, സെക്കൻഡ് ഓർഡർ ആണ് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ഇനി പറയുന്നത് ഇതിൻ്റെ കോൺസെൻട്രേഷൻ 3 ടൈംസ് ആക്കിയാൽ, 3 മടങ്ങാക്കിയാൽ ബിയുടെ പ്രൊഡക്ഷൻ റേറ്റ് എന്തായിരിക്കും, അല്ലെങ്കിൽ ഫോർമേഷൻ റേറ്റ് എന്തായിരിക്കും. കെ ഇൻറ്റു ആർ എത്രയായിട്ട് മാറി? 3. കാരണം എന്താ, ഇവിടുത്തെ റിയാക്റ്റൻസ് എ ആണ്. അപ്പോൾ ഇവിടെ റിയാക്റ്റൻസ് 3 ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. സ്ക്വയർ ദാറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു 9r സ്ക്വയർ, അല്ലെങ്കിലോ 9 ഇൻറ്റു എന്ന് വെച്ചാൽ റേറ്റ് എത്ര ടൈംസ് ഇൻക്രീസ് ചെയ്തു? 9 ടൈംസ് ഇൻക്രീസ് ചെയ്തു കേട്ടോ. സിമ്പിൾ അല്ലേ, കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസും ആണ്, കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസും ആണ്. നമുക്ക് ഇപ്പം തന്നെ പഠിച്ചെടുക്കുകയും ചെയ്യാം. ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് പാസ് മാർക്ക് സെക്യൂർ ആക്കിയിട്ട് വരാൻ പറ്റും അല്ലേ. പാസ് മാർക്ക് നമുക്ക് ഉറപ്പിച്ചിട്ട് വരാൻ പറ്റും എക്സാം കഴിയുമ്പോഴത്തേക്കും. നെയിം എലമെന്റ്സ് ഇൻ 3D സീരീസ് ബട്ട് നോട്ട് കൺസിഡർഡ് ആസ് ട്രാൻസിറ്റീവ് എലമെന്റ്. ട്രാൻസിറ്റീവ് എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാത്ത എലമെന്റ് എതിനകത്തുള്ളത്? 3D സീരീസിൽ വരുന്നത് ആരാണത്? സിങ്ക് അല്ലേ. സിങ്ക് ഒരു എക്സാമ്പിൾ ആണ്, പഠിച്ചിട്ടോണം, ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ. അതുപോലെ ഡിക്രീസ് ഇൻ അയോണിക് റേഡി ഓഫ് ലാന്തനോയിഡ്സ് ആർ ബിക്കോസ് ഓഫ്, എന്താ കാരണം? ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ഇത് ചോദിക്കാം. അതിൻ്റെ വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് കമൻറ്റ് ബോക്സിൽ തന്നേക്കാം. പെട്ടെന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ, നോക്കിയേക്കണം. 1 മാർക്കും 2 മാർക്കും 3 മാർക്കിൻ്റെ ഒരു 35+ മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 മാർക്ക് ക്വസ്റ്റ്യൻസും അറൗണ്ട് ഒരു 20+ മാർക്കിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് 3 നോക്കുകയാണെങ്കിൽ A+ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അയോണിക് റേഡിയെ അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യാനുള്ള കാരണം എന്താണെന്നാണ്. ലാന്തനോയിഡ്സിനകത്ത് ആറ്റംസിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്ത് വരുന്നു, അല്ലെങ്കിൽ അയോൺസിൻ്റെ റേഡിയെ കുറഞ്ഞു വരാനുള്ള കാരണം എന്താണെന്നാണ്. അതിനുള്ള കാരണം എന്താ? ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. ഇതിൻ്റെ ശരിക്കുള്ള ആൻസർ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ ചാനലിലുണ്ട് കേട്ടോ. കമൻറ്റ് ബോക്സിൽ തന്നേക്കാവേ, നോക്കാൻ മറക്കല്ലേ. നെയിം 2 ട്രാൻസിഷൻ എലമെൻറ്റ്സ് ദാറ്റ് cannot form colored compounds. കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യാത്ത 2 എലമെൻറ്റ്സ് ഇതിനകത്തുള്ളതാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ട്രാൻസിഷൻ എലമെൻ്റ് ആയിരിക്കണം, പക്ഷെ എന്ത് ഫോം ചെയ്യരുതും? കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യാത്തത്. കാഡ്മിയം, മെർക്കുറിയും. ഇപ്പം തന്നെ പഠിച്ചിട്ടോ കേട്ടോ. നെക്സ്റ്റോ, വാട്ട് ഈസ് ദ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ലാന്തനോയിഡ്സ്? ലാന്തനോയിഡ്സിൻ്റെ സാധാരണയുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +3 ആണ്. വൈ ഡു ട്രാൻസിഷൻ മെറ്റൽസ് എക്സിബിറ്റ് കാറ്റലിറ്റിക് പ്രോപ്പർട്ടി? കാറ്റലിറ്റിക് പ്രോപ്പർട്ടി കാണിക്കാനുള്ള കാരണം എന്താണ്? ഒന്നെന്ന് പറയുന്നത് അതിൻ്റെ വേരിയസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അല്ലെങ്കിൽ ഡിഫറെൻ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. വേരിയസ് അല്ലെങ്കിൽ ഡിഫറെൻ്റ്, അതായത് ഒരേ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ല കാണിക്കുന്നത്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. പിന്നെ
കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. എബിലിറ്റി ടു ഫോം കോംപ്ലക്സ്. ഇപ്പം നമുക്ക് രണ്ട് കാരണങ്ങളാണ്. ഒന്ന് കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്, പിന്നെ ഒന്ന് ഓക്സിഡേഷൻ സ്റ്റേറ്റ് സ്ഥിരമല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ട്രാൻസിഷൻ മെറ്റൽസിന് എന്ത് പ്രോപ്പർട്ടി ഉള്ളത്? കാറ്റലിറ്റിക് പ്രോപ്പർട്ടി ഉള്ളത്. എന്താ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി? റിയാക്ഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി അല്ലേ? റിയാക്ഷൻ റേറ്റിൽ ചേഞ്ചസ് വരുത്താനുള്ള കഴിവ്. ഓക്കെ, നെയിം ദി ആനോഡ് ആൻഡ് കാഥോഡ് ഓഫ് ഡാനിയൽ സെൽ. ഡാനിയൽ സെല്ലിനകത്ത് കാഥോഡും ആനോഡും ആരൊക്കെയാണെന്ന്. ആനോഡ് എന്ന് പറയുന്നത് റോഡിൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ. കാഥോഡ് കോപ്പർ റോഡിൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. പഠിച്ചിട്ടാണ് കേട്ടോ. ഇതൊക്കെ 1 മാർക്ക് സ്കോർ ചെയ്യാനുള്ളതാണ്. പ്രീവിയസ് എക്സാമിന്, പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓണം എക്സാമിനും നമ്മുടെ മോഡൽ എക്സാംസിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ളതാണ് പബ്ലിക് എക്സാമിൻ്റെ. Write the name of the half cell represented by. നോക്കി, ഇത് എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇത് ആരുടെ റെപ്രസെൻറ്റേഷൻ ആണ്? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ റെപ്രസെൻറ്റേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ റെപ്രസെൻറ്റേഷൻ ആണ്. മറന്നു പോകരുത്, ഇത് പഠിച്ചിട്ടോണം. ഇത് ഇതുപോലെ ഒന്ന് എഴുതി ഒന്ന് പഠിച്ചിട്ടോളൂ. ചിലപ്പം സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചോദിക്കാം. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് റെപ്രസെൻ്റ് ചെയ്യാനും നമ്മുടെ ചോദിക്കാം. അതുകൊണ്ട് ഇത് ഇതേപോലെ ഒന്ന് എഴുതി ഒന്ന് പഠിച്ചോണേ. ആരുടെ റെപ്രസെൻറ്റേഷൻ ആണ്? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അല്ലെങ്കിൽ SHE. SHE ഷോർട്ടായിട്ട് പഠിച്ചാൽ മതി. SHE. Write the equation showing the relationship between conductivity and molar conductivity. കണ്ടക്ടിവിറ്റിയും മോളാർ കണ്ടക്ടിവിറ്റിയുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത്, മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ എം ഈക്വൽ ടു K × 1000 ബൈ മൊളാരിറ്റി. ലാംഡ എം മോളാർ കണ്ടക്ടിവിറ്റി ഈക്വൽ ടു കണ്ടക്ടിവിറ്റി K × 1000 ബൈ മൊളാരിറ്റി. What is the potential of standard hydrogen electrode at all temperature? Standard hydrogen electrode പൊട്ടൻഷ്യൽ നമ്മൾ എപ്പോഴും എടുക്കുന്നത് 0 ആയിട്ടാണ്. 0 ആണ്. What is the relation between resistance and conductance? കണ്ടക്ടൻസും റെസിസ്റ്റൻസും ആയിട്ടുള്ള റിലേഷൻ G = 1/R. സിമ്പിൾ ആണ്, പക്ഷെ നേരത്തെ ബോർഡ് എക്സാം, നമ്മുടെ ഫൈനൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളത് തന്നെയാണ്. G = 1/R. 4 മാർക്ക് ക്വസ്റ്റ്യൻസിനകത്ത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് ചോദിച്ചിട്ടുള്ളതാണ്. റൈറ്റ് ദി ഓവറോൾ റിയാക്ഷൻ ഓഫ് H2O2 ഫ്യൂവൽ സെൽ. ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ഇതിൻ്റെ ഫ്യൂവൽ സെല്ലിൻ്റെ ഡയഗ്രാം വരയ്ക്കാനുള്ളതും അതിൻ്റെ സെൽ റിയാക്ഷനും ഓവറോൾ റിയാക്ഷനും ബാക്കി ഡീറ്റെയിൽസും എല്ലാം വീഡിയോയിൽ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്ത വീഡിയോസാണ്. 3 മാർക്കിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്നലെ വൈകുന്നേരം ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും ലിങ്ക് തന്നേക്കാം, കാണാൻ മറക്കരുതേ. ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ ഈ 3 വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് പോയാൽ മതി. ഉറപ്പായിട്ട് നിങ്ങൾ ജയിച്ചിരിക്കും. ജയിച്ചിരിക്കാന്നല്ല, നല്ല മാർക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഉറപ്പായിട്ടും. ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് പോയാൽ മതി. ഉറപ്പായിട്ട് നിങ്ങൾക്ക് പാസ് മാർക്ക് കിട്ടും. ഇനി ഒട്ടും സമയമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ 1 മാർക്കിൻ്റെ വീഡിയോ ആണെങ്കിലും കണ്ടിട്ട് പോയാൽ മതി. 3 ഫുൾ നിങ്ങൾ കണ്ടു പോവുകയാണെങ്കിൽ A+ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, ഓവറോൾ സെൽ റിയാക്ഷൻ.
ഓവറോൾ സെൽ റിയാക്ഷൻ എന്ന് പറയുന്നത് 2H2 gas plus gives 2H2O liquid in liquid state ആണ്. ഇതിൻ്റെ ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻസും ഒക്കെ തന്നിട്ടുണ്ട്. 2 മാർക്ക് ക്വസ്റ്റിനകത്തും 3 മാർക്ക് ക്വസ്റ്റിനിലൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് റൈറ്റ് 1 എക്സാമ്പിൾ ഓഫ് നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഒരു നോൺ ഐഡിയൽ സൊല്യൂഷൻ എഴുതാനാണ് നമുക്ക് ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്നത്. എഥനോൾ ആൻഡ് N-heptane, binary solution of ethanol and N-heptane. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതാണ് നമുക്ക് ക്വസ്റ്റ്യൻ എങ്കിലോ? ക്വസ്റ്റിന് നമുക്ക് നെഗറ്റീവ് ഡീവിയേഷൻ ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിലോ? അസറ്റോൺ ആൻഡ് ക്ലോറോഫോം, മിക്സ്ചർ ഓഫ് അസറ്റോൺ ആൻഡ് ക്ലോറോഫോം പഠിച്ചിട്ടോണേ. റൈറ്റ് 1 എക്സാമ്പിൾ ഓഫ് ഈച്ച് ഓഫ് ദി ഫോളോയിങ്. ഈ സെക്ഷനിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നമുക്കുണ്ടായിരിക്കും. സൊല്യൂഷൻസിനകത്ത് നിന്നുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ലിക്വിഡ് ഇൻ ഗ്യാസ് സൊല്യൂഷൻ അല്ലേ? ലിക്വിഡ് ഇൻ ഗ്യാസ് കോമ്പിനേഷൻ വരുന്നത് ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്? മിക്സ്ചർ ഓഫ് ക്ലോറോഫോം ആൻഡ് നൈട്രജൻ. എക്സാമ്പിൾ പഠിച്ചിട്ടോണേ. അടുത്ത ചോദിച്ചിരിക്കുന്നത് ലിക്വിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ ആണ്. ലിക്വിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എഥനോൾ ഇൻ വാട്ടർ. അറ്റ്ലീസ്റ്റ് ഒരെണ്ണം വീതമെങ്കിലും പഠിച്ചിട്ടോണേ. അതുപോലെ സോളിഡ് ഇൻ സോളിഡ് സൊല്യൂഷൻ, കോപ്പർ ഇൻ ഗോൾഡ്. എക്സാമ്പിൾസ് പഠിച്ചിട്ടോണം. എക്സാമിന് ഇതിനകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് ദി ഫോളോയിങ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മീൻസ് എക്സാം ബേസിസിൽ ക്വസ്റ്റ്യൻ പാറ്റേണിൽ തന്നെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലസ് ഇത് ബേസ് ചെയ്ത് വരുന്ന പ്രോബ്ലം ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽസും ഓൾറെഡി ചാനലിലുണ്ട്. കാണാൻ മറക്കരുത്, കണ്ടേക്കണേ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. ഇത് തന്നെ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ഓൾ ദി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് വൺ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. PA by P0A equal to ഇക്വേഷൻ അതുപോലെ അങ്ങ് പഠിച്ചിട്ടോ കേട്ടോ. ദാറ്റ് ഈക്വൽ ടു ബി, മോൾ ഫ്രാക്ഷൻ ഓഫ് ബി. ഇക്വേഷൻ അതുപോലെ അങ്ങ് എഴുതി അങ്ങ് പഠിച്ചിട്ടോണേ. ഇനി ബോയിലിംഗ് പോയിന്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു എം. എം മൊളാലിറ്റി, കെ ബി എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റന്റ്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഫ്രീസിംഗ് പോയിന്റ് അല്ലേ? ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ദാറ്റ് ഈക്വൽ ടു ഈ കോൺസ്റ്റന്റ് എന്താ പറയുന്നത്? ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ്. ഇനി ഫോർത്ത് വൺ, ഓസ്മോട്ടിക് പ്രഷർ പൈ ഈക്വൽ ടു CRT. സി ആരാ? മൊളാരിറ്റി ആണ്. സി എന്ന് പറയുന്നത് NB by V ആണ്. NB by V ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് ബൈ വോളിയം ഇൻ ലിറ്റർ. കണ്ടോ? അറൗണ്ട് ഒരു
24-25 മാർക്സിൻ്റെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത്രയും പഠിച്ചെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം പാസ് മാർക്കിനുള്ളത് സെക്യൂർ ചെയ്യാനായിട്ട് പറ്റും. മറന്നു പോകരുതും. ബാക്കി വീഡിയോസും കൂടി കാണണം. എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.